നമസ്കാരം. ഏവർക്കും ഒരിക്കൽ കൂടി കാഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. 3 കാളകൾ, പിന്നെ വിശന്നു വലഞ്ഞ ഒരു സിംഹം. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ കുട്ടിക്കഥ പോലെ തോന്നാം, അല്ലേ? അതെ, വളരെ ലളിതമായ ഒരു കഥ. എന്നാൽ ഇതിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കുമ്പോഴാണ് ഒരു ചോദ്യം വരുന്നത്. ശാരീരികമായി അത്രയും ശക്തരായ 3 പേരെ ഒരു സിംഹം എങ്ങനെയാണ് ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ വെറും വാക്കുകൾ കൊണ്ട് മാത്രം കീഴ്പ്പെടുത്തിയത്? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതെ, കാരണം ഈ കഥയുടെ യഥാർത്ഥ വില്ലൻ സിംഹമല്ല, മറിച്ച് സിംഹം ഉപയോഗിച്ച ആ ഒരു തന്ത്രമില്ലേ, അതാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ വെഡ്ജ് ഇഫക്റ്റ് എന്ന് പറയാം. വെഡ്ജ് ഇഫക്റ്റ്. അതെ, ഒരു മരം പിളർക്കാൻ നമ്മളൊരു ആപ്പ് വെച്ച് ചെറിയൊരു വിടവുണ്ടാക്കി അതിനെ വലുതാക്കി കൊണ്ടുവരുന്നില്ലേ? അതുപോലെ ഒരു വലിയ കൂട്ടത്തിനിടയിൽ സംശയത്തിന്റെയും സ്വാർത്ഥതയുടെയും ഒരു ചെറിയ വിടവുണ്ടാക്കി ആ കൂട്ടത്തെ തന്നെ തകർക്കുന്ന ഒരു രീതി. കൊള്ളാം. പ്രസക്തിയുണ്ടെന്ന് കാണുമ്പോൾ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ആ ഒരു തുടക്കം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോ നമുക്ക് കഥയുടെ പശ്ചാത്തലത്തിലേക്ക് കടക്കാം. ശരി. വെള്ള, ചുവപ്പ്, കറുപ്പ് ഈ നിറങ്ങളിലുള്ള 3 കാള സഹോദരന്മാർ. അവരൊരു വലിയ പ്രതിസന്ധിയിലാണ്. കഠിനമായ വിശപ്പ്. അതെ, പുല്ല് കിട്ടാനേയില്ല. അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. ഈ പ്രതിസന്ധി, അതാണ് കഥയിലെ ആദ്യത്തെ നിർണായക ഘടകം. വിശപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു കടുത്ത ആവശ്യം വരുമ്പോൾ നമ്മുടെ ചിന്തകൾ എങ്ങനെ മാറുന്നു എന്നത് വളരെ പ്രധാനമാണ്. ശരിയാണ്. ആ സമയത്ത് ദീർഘകാലത്തേക്കുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് പകരം എനിക്കിപ്പോൾ എന്ത് കിട്ടും എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ ചുരുങ്ങും. ഓ, സിംഹം മുതലെടുക്കുന്നതും അവരുടെ ഈ ഒരു മാനസികാവസ്ഥയെയാണ്. ശരിയാണ്. ആ സമയത്താണ് അവർ പച്ചപ്പ് നിറഞ്ഞ നല്ല സമൃദ്ധമായ പുല്ലുള്ള ഒരു സ്ഥലം കാണുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം കൺമുന്നിലുണ്ട്. ഉണ്ട്, പക്ഷേ ഒരു തടസ്സമുണ്ട്. അതെ, ഒരു വലിയ തടസ്സം. അവിടേക്കുള്ള പാലത്തിന് കാവലായി ഒരു സിംഹം. ഒറ്റയ്ക്ക് സിംഹത്തെ നേരിടാൻ ഒരു കാളയ്ക്കും കഴിയില്ല. ഇല്ല, പക്ഷേ അവർ 3 പേരുണ്ട്. ഒന്നിച്ചു നിന്നാൽ ആ സിംഹത്തെ വെറുതെ ഒന്ന് പേടിപ്പിച്ചോടിക്കാൻ പോന്ന ശക്തി അവർക്കുണ്ട്. ഇതിനെയാണോ നമ്മൾ കൂട്ടായ സുരക്ഷ എന്ന് പറയുന്നത്? കൃത്യമായി. കളക്റ്റീവ് സെക്യൂരിറ്റി. അതൊരു വലിയ മതിലുപോലെയാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഓരോ കല്ലിനേക്കാളും എത്രയോ ശക്തമാണ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു മതിൽ. ഇവിടെ സിംഹത്തിന് ആ മതിൽ നേരിട്ട് തകർക്കാൻ കഴിയില്ലെന്ന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടവൻ എന്തു ചെയ്തു? ഓരോ കല്ലിനെയും ഇളക്കിയെടുക്കാൻ തീരുമാനിച്ചു. അവിടെയാണ് സിംഹത്തിന്റെ ആ കുടിലതന്ത്രം ആരംഭിക്കുന്നത്. അവൻ 3 പേരെയും ഒരുമിച്ച് നേരിടുന്നില്ല. ഇല്ല. പകരം ഓരോരുത്തരെയും രഹസ്യമായി സമീപിക്കുകയാണ്. ആ രഹസ്യം എന്ന വാക്കിനിവിടെ വലിയ പ്രാധാന്യമുണ്ടല്ലേ? വളരെ വലിയ പ്രാധാന്യമുണ്ട്. ആ രഹസ്യമാണ് സംശയത്തിന്റെ ആദ്യത്തെ വിത്ത്. അവൻ ഓരോരുത്തർക്കും ഒരു പ്രത്യേക ഡീൽ ഓഫർ ചെയ്യാണ്. ഒരു സ്പെഷ്യൽ ഡീൽ. അതെ, മറ്റുള്ളവർ അറിയാത്ത, നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു ആനുകൂല്യം. ഇന്നത്തെ സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ ചെയ്യുന്നതും ശരിക്കും ഇതുതന്നെയാണ്. അതെങ്ങനെ? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു ലോകം അത് കാണിച്ചു തരുന്നു. മറ്റുള്ളവർ കാണുന്നതും കേൾക്കുന്നതും ഇതല്ല എന്ന സത്യം നമ്മൾ അറിയുന്നേയില്ല. പതിയെ പതിയെ നമ്മൾ ഒരു പൊതുവായ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നുപോകും. അതൊരു നല്ല പോയിന്റാണ്. അപ്പോൾ നമുക്ക് ആ ഡീലുകളൊന്ന് നോക്കാം. സിംഹം ആദ്യം വെള്ളക്കാളയെ സമീപിച്ച് പറയുന്നു, നീ ഇപ്പോൾ പോയി പുല്ല് തിന്നു, എനിക്ക് പകരം ചുവന്ന കാളയെ തന്നാൽ മതി. ഇത് കേൾക്കുന്ന ആ വെള്ളക്കാളയുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്ത് ചിന്തിക്കും? ഹാവൂ, തൽക്കാലം രക്ഷപ്പെട്ടു, വിശപ്പും മാറും, ചുവന്ന കാളയുടെ കാര്യം അത് പിന്നെ നോക്കാം എന്നൊരു ചിന്ത വരാൻ നല്ല സാധ്യതയില്ലേ? തീർച്ചയായും വരും. അതിനെയാണ് മനഃശാസ്ത്രത്തിൽ ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഹൈപ്പർബോളിക് ഡിസ്കൗണ്ടിംഗ്? അതെ, അതായത് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു വലിയ നഷ്ടത്തേക്കാൾ ഇപ്പോൾ കയ്യിൽ കിട്ടുന്ന ചെറിയ ലാഭത്തിന് നമ്മൾ കൂടുതൽ വില കൽപ്പിക്കും. നാളെ കിട്ടാൻ പോകുന്ന 1000 രൂപയേക്കാൾ ഇന്ന് കിട്ടുന്ന 100 രൂപയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് പോലെ. ഓ, ശരിയാണ്. ഇവിടെ വെള്ളക്കാള തന്റെ ജീവൻ എന്ന വലിയ സമ്മാനത്തിനു വേണ്ടി സഹോദരന്റെ ജീവൻ എന്ന വില കൊടുക്കാൻ തയ്യാറാവുകയാണ്. ഇതേ തന്ത്രം തന്നെ സിംഹം ചുവന്ന കാളയോടും പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ ഒരു ചോദ്യം, കടുത്ത വിശപ്പുള്ളപ്പോൾ ഏതൊരു ജീവിയും സ്വന്തം കാര്യം നോക്കുന്നത് ഒരു സ്വാഭാവിക പ്രവണതയല്ലേ? അതിന് നമുക്ക് പൂർണ്ണമായും സ്വാർത്ഥത എന്ന് വിളിക്കാൻ പറ്റുമോ? അതൊരു അതിജീവന തന്ത്രം കൂടിയല്ലേ? വളരെ നല്ല ചോദ്യമാണ്. അത് അതിജീവന തന്ത്രം തന്നെയാണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഇവിടെയാണ് ദീർഘവീക്ഷണമില്ലായ്മ അഥവാ ഷോർട്ട് സൈറ്റഡ്നെസ് ഒരു ദുരന്തമായി മാറുന്നത്. അവർ തെരഞ്ഞെടുത്തത്
തെറ്റായ അതിജീവനതന്ത്രമായിരുന്നു. ഒരു കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ദുർബലമായ മരത്തിന്റെ ചുവട്ടിൽ അഭയം തേടുന്നത് പോലെയായിരുന്നത്. ആ ആ നിമിഷം ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം, പക്ഷെ ആ മരം കടപുഴുകി വീണാൽ അതോടെ എല്ലാം തീരും. ഉം. അവരുടെ യഥാർത്ഥ സുരക്ഷാ കവചം അവരുടെ ഐക്യമായിരുന്നു. ആ കവചം ഉപേക്ഷിച്ചാണ് അവർ താൽക്കാലിക രക്ഷ തേടിപ്പോയത്. ആ ഒരു കാഴ്ചപ്പാട് അത് വളരെ പ്രധാനമാണ്. അവർ സ്വന്തം സുരക്ഷാ കവചം സ്വയം ഉപേക്ഷിക്കുകയായിരുന്നു. ഈയൊരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കാൻ സുഹൃത്തെന്നതിനേക്കാൾ ശക്തമായ മറ്റൊരു വാക്കുണ്ടല്ലോ, അക്കോംപ്ലിസ്. കൃത്യമായി. അതായത് ഒരു കുറ്റകൃത്യത്തിലെ പങ്കാളി. അതെ, ആ വാക്ക് ഈ കഥയുടെ ധാർമ്മികമായ തകർച്ചയെ മുഴുവൻ ഉൾക്കൊള്ളുന്നുണ്ട്. വെള്ളക്കാളയും ചുവന്ന കാളയും അവർ സിംഹത്തിന്റെ ഇരകൾ മാത്രമല്ല, അവന്റെ കുറ്റകൃത്യത്തിലെ പങ്കാളികൾ കൂടിയായി മാറുകയായിരുന്നു. ശരിയാണ്. അവർ വെറുതെ മാറി നിന്ന് കണ്ടുനിൽക്കുകയായിരുന്നില്ല. സഹോദരനെ ഒറ്റിക്കൊടുക്കുക എന്ന പ്രവൃത്തിയിലൂടെ അവർ സിംഹത്തിന്റെ പദ്ധതിയിൽ സജീവമായി പങ്കാളികളായി. ഇത് കോർപ്പറേറ്റ് ലോകത്തൊക്കെ നമ്മൾ കാണുന്ന ഒന്നാണ്. എങ്ങനെ? ഒരു പ്രൊമോഷനു വേണ്ടി സഹപ്രവർത്തകന്റെ പ്രോജക്റ്റ് പരാജയപ്പെടുത്താൻ സഹായിക്കുന്ന ഒരാൾ. അയാൾ ആ നിമിഷം വിജയിച്ചതായി തോന്നുമെങ്കിലും കമ്പനി നഷ്ടത്തിലാകുമ്പോൾ ഒരുപക്ഷെ രണ്ടുപേരുടെയും ജോലി പോയേക്കാം. കാളകൾക്കും സംഭവിച്ചത് അതുതന്നെയാണ്. സ്വന്തം ദുരന്തത്തിന് അവർ തന്നെ കൂട്ടുനിന്നു. ഓരോ സഹോദരനെയും സിംഹത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അവർ സ്വന്തം സുരക്ഷയുടെ ഓരോ തൂണുകൾ സ്വയം വെട്ടിമാറ്റുകയായിരുന്നു. അതെ. അവസാനം കറുത്ത കാള ഒറ്റയ്ക്കായി. അവനെ സംരക്ഷിക്കാൻ ആരുമില്ല. സിംഹം അവനെ ആക്രമിക്കാൻ വന്ന ആ അവസാന നിമിഷത്തിലാണ് അവൻ ആ വലിയ സത്യം തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിവാണ് ഈ കഥയുടെ കാതൽ. പക്ഷേ ഒരു പ്രയോജനവുമില്ലാത്തൊരു നിമിഷത്തിലായിരുന്നു അത് സംഭവിച്ചത്. അതെ, അവൻ അവസാനം വിളിച്ചു പറഞ്ഞ ആ വാചകമുണ്ടല്ലോ, വെള്ളക്കാള തിന്നപ്പെട്ട അന്ന് തന്നെ ഞാനും തിന്നപ്പെട്ടു കഴിഞ്ഞു എന്നത്. അതിലാണ് ഈ കഥയുടെ മുഴുവൻ സത്തുമുള്ളതല്ലേ? തീർച്ചയായും. ആ ഒരൊറ്റ വാചകത്തിൽ കൂട്ടായ സുരക്ഷ എന്ന ആശയത്തിന്റെ വിജയവും പരാജയവുമുണ്ട്. അവന്റെ ശാരീരികമായ മരണം സംഭവിക്കുന്നത് ഇപ്പോഴാണെങ്കിലും അവന്റെ സുരക്ഷ എന്നേക്കുമായി നഷ്ടപ്പെട്ടത് അവന്റെ സഹോദരന്റെ സുരക്ഷ നഷ്ടപ്പെട്ട അന്നുതന്നെയാണ്. ഇതൊരു ഫ്ളാറ്റിലെ താമസക്കാർ പോലെയാണ്. ഓ, നല്ലൊരു ഉദാഹരണമാണ്. നിങ്ങൾ 10ാം നിലയിലാണ് താമസിക്കുന്നത്. താഴത്തെ നിലയിലെ ഒരു ഫ്ളാറ്റിൽ ഒരു മോഷ്ടാവ് കയറിയാൽ അതു എന്റെ പ്രശ്നമല്ലല്ലോ എന്ന് കരുതിയിരിക്കാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല. കാരണം ആ കെട്ടിടത്തിന്റെ സുരക്ഷാ സംവിധാനം ഒരു തവണ ഭേദിക്കപ്പെട്ട് കഴിഞ്ഞു. അടുത്തത് നിങ്ങളുടെ ഫ്ളാറ്റാകാം. നമ്മുടെ സുരക്ഷ മറ്റുള്ളവരുടെ സുരക്ഷയുമായി അത്രയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് സമൂഹത്തിലൊരു വിഭാഗം ആക്രമിക്കപ്പെടുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന് കരുതി മാറി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം സുരക്ഷയെ തന്നെയാണ് ദുർബലപ്പെടുത്തുന്നത് എന്ന വലിയൊരു പാഠം ഇതിലുണ്ട്. അതെ, മറ്റൊരാളുടെ അവകാശം ലംഘിക്കപ്പെടുന്നത് കാണുമ്പോൾ അത് നമ്മുടെ അവകാശങ്ങൾക്കും നേരെയുള്ള ഒരു ഭീഷണിയുടെ തുടക്കമാണെന്ന് തിരിച്ചറിയുന്നതിലാണ് വിവേകം. കറുത്ത കാള അത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ഐക്യത്തിന്റെ കവചം തകർന്നു. ഓരോ കഷണവും ദുർബലമായി. സിംഹം ഉപയോഗിച്ചത് അവന്റെ നഖങ്ങളോ പല്ലുകളോ ആയിരുന്നില്ല, മറിച്ച് കാളകളുടെ ഭയവും സ്വാർത്ഥതയും ദീർഘവീക്ഷണമില്ലായ്മയുമായിരുന്നു അവന്റെ യഥാർത്ഥ ആയുധങ്ങൾ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ വെഡ്ജ് ഇഫക്റ്റ് ഇവിടെ പൂർണ്ണമായി വിജയിച്ചു. ഒരു വലിയ ശക്തിയെ ചെറിയ ചെറിയ ഭാഗങ്ങളായി വിഭജിച്ച് ഓരോന്നായി ഇല്ലാതാക്കി. അതെ, ഇതൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണല്ലോ. ജനങ്ങളെ മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ ഭിന്നിപ്പിച്ചു ഭരിക്കുന്നതിലും ഇതേ തത്വം തന്നെയല്ലേ പ്രവർത്തിക്കുന്നത്? തീർച്ചയായും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കഥയ്ക്ക് ആധുനിക ലോകത്ത് വലിയ പ്രസക്തിയുണ്ടെന്ന്. ഒരു പൊതുശത്രുവിനെതിരെ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ജനതയെ അവർക്കിടയിൽ തന്നെ ശത്രുതയുണ്ടാക്കി ശ്രദ്ധ തിരിച്ചുവിടുന്നു. ശരിയാണ്. സിംഹം കാളകളോട് ചെയ്തതും അതുതന്നെ. അവരുടെ പൊതുവായ പ്രശ്നം വിശപ്പായിരുന്നു, പൊതുവായ ശത്രു സിംഹവും. എന്നാൽ സിംഹം സമർത്ഥമായി ആ ശത്രുവിനെ അവർക്കിടയിൽ തന്നെ സൃഷ്ടിച്ചു. വെള്ളക്കാളയ്ക്ക് ചുവന്ന കാള ശത്രുവായി, ചുവന്ന കാളയ്ക്ക് കറുത്ത കാളയും. അവർ യഥാർത്ഥ പ്രശ്നം മറന്നുപോയി. ഇത് നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കാളകൾക്ക് മുന്നിൽ അന്യൊരു വഴിയുണ്ടായിരുന്നോ? അവർ സിംഹത്തിന്റെ കരാർ നിരസിച്ച് ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അതൊരു സാധ്യതയാണ്. ഒരുപക്ഷെ സിംഹം അവരെ ഭയന്ന് പിന്മാറുമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായേക്കാം. അതിൽ ആർക്കെങ്കിലും പരിക്കേൽക്കാനും സാധ്യതയുണ്ട്. പക്ഷേ അതിനപ്പുറം മറ്റൊരു സാധ്യത കൂടിയുണ്ടായിരുന്നു. പ്രതിരോധിക്കുക എന്നതിനപ്പുറം മുൻകൈയെടുത്തൊരു പുതിയ സാഹചര്യം സൃഷ്ടിക്കാനുള്ള സാധ്യത. അതെങ്ങനെയാണ്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ.
3 പേരും ഒന്നിച്ചു നിന്ന് സിംഹത്തെ വെല്ലുവിളിക്കുകയാണ്, അവനെ ഭയപ്പെടുത്തുകയാണ്. എന്നിട്ട് ഒരു പുതിയ ഉടമ്പടി മുന്നോട്ട് വയ്ക്കുന്നു. ഒരു പുതിയ കരാർ. ഒരു കവനന്റ്, അതായത് ലംഘിക്കാൻ കഴിയാത്ത ഒരു കരാറ്. അവരുടെ നിലപാടിതായിരുന്നുവെങ്കിലോ, നോക്കൂ, ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ്, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, ഒന്നുകിൽ ഞങ്ങൾക്കെല്ലാവർക്കും ആ പുല്ല് തിന്നാൻ കഴിയണം, അല്ലെങ്കിൽ ആർക്കും കഴിയില്ല. കൊള്ളാം. നീ ഞങ്ങളെ തടയാൻ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം നീയും അനുഭവിക്കേണ്ടി വരും. ഒരുപക്ഷെ നിനക്ക് ഞങ്ങളിൽ ഒരാളെ കൊല്ലാൻ കഴിഞ്ഞേക്കാം, പക്ഷെ അതിനു മുൻപ് ഞങ്ങൾ 3 പേരും കൂടി നിന്നെ ഇല്ലാതാക്കിയിരിക്കും. അതൊരു ശക്തമായ വിലപേശലാണ്. അതൊരു പ്രതിരോധമല്ല, അതൊരു മുന്നറിയിപ്പാണ്. തങ്ങളുടെ ശക്തിയെക്കുറിച്ചുള്ളൊരു പ്രഖ്യാപനമാണ്. അതെ, ആ ഒരു കൂട്ടായ വിലപേശലിനു മുന്നിൽ സിംഹം ഒരുപക്ഷെ വഴങ്ങിയേനെ. കാരണം സിംഹത്തിനും വേണ്ടത് ജീവനാണ്. ഒരു ഇരയ്ക്കു വേണ്ടി സ്വന്തം ജീവൻ പണയം വയ്ക്കാൻ അവൻ തയ്യാറാകണമെന്നില്ല. ശരിയാണ്. ഒരുപക്ഷെ എല്ലാവർക്കും ഒരുമിച്ച് പുല്ല് തിന്നാനുള്ളൊരു വഴി തുറന്നു കിട്ടുമായിരുന്നു. തീർച്ചയായും ഒരുപക്ഷെ സിംഹത്തിന് ഒരു പങ്കു കൊടുത്തുകൊണ്ടുള്ളൊരു സമാധാന ഉടമ്പടി പോലും സാധ്യമാകുമായിരുന്നു. അപ്പോൾ ഈ കഥ നൽകുന്ന ഏറ്റവും വലിയ പാഠം ഐക്യമത്യം മഹാബലം എന്നു മാത്രമല്ല, ആ ഐക്യം എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കാം എന്നുകൂടിയാണ്. അതെ, ഭിന്നിപ്പിച്ചു ഭരിക്കാൻ വരുന്നൊരു ശക്തിയെ ഒന്നിച്ചുനിന്ന് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാൻ നിർബന്ധിക്കുന്നതിലാണ് യഥാർത്ഥ വിജയം. അതുതന്നെ. ചിലപ്പോൾ ഏറ്റവും വലിയ ശക്തി പ്രതിരോധത്തിലല്ല, മറിച്ച് ഐക്യത്തോടെയുള്ള വിലപേശലിലാണ്. ഇത് നമ്മളെ ഒരു അവസാന ചിന്തയിലേക്ക് നയിക്കുന്നു. ഈ കഥയിലെ കാളകളുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നുവെന്ന് ചിന്തിക്കുന്നതിന് പകരം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇതുപോലെ ഒരു സിംഹം ഒരു ഭിന്നിപ്പിന്റെ തന്ത്രവുമായി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കാറ്? നമ്മൾ വെള്ളക്കാളയെപ്പോലെ താൽക്കാലിക ലാഭം നോക്കി മറ്റൊരാളെ ഒറ്റിക്കൊടുക്കാറുണ്ടോ? അതോ ഒന്നിച്ചു നിന്ന് ഒരു പുതിയ എല്ലാവർക്കും ഗുണകരമായ ഒരു വഴി കണ്ടെത്താൻ ശ്രമിക്കാറുണ്ടോ? നിങ്ങളിതിനെക്കുറിച്ച് എന്തു ചിന്തിക്കുന്നു?